ഹലോ ഗായ്സ്, ഇന്ന് ഞാനിവിടെ തേങ്ങ ഒഴിക്കാണ്ട് കടലക്കറി വെക്കുന്നത് കാണിച്ചു തരാം കേട്ടോ. സാധാരണ തേങ്ങ ഒഴിച്ച് വെക്കുന്നവരുണ്ടാവും, ഒഴിക്കാതെ വെക്കുന്നുണ്ടാവും. പിന്നെ ഞാനിപ്പോൾ ചെയ്യുന്ന ഈ മെത്തേഡ് ചെയ്യുന്നവരും ഉണ്ടാവും. പക്ഷെ ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു സ്റ്റൈലിൽ കടലക്കറി വെക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാൻ പറഞ്ഞിട്ടാണ് ഒരു വീഡിയോ എടുത്തിരിക്കുന്നത് കേട്ടോ. ഞാൻ വെളിച്ചെണ്ണ ആയിട്ട് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ നല്ല ചൂടാന് ശേഷം കടുക് ഇട്ട് പൊട്ടിക്കുക. കടുക് നന്നായി പൊട്ടിയതിന് ശേഷം സാധാരണ ഞാൻ എന്ത് കറി വയ്ക്കുമ്പോൾ കടുകൊന്ന് കറിവേപ്പിലുണ്ട്, ഇത് രണ്ടും എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടാണ് ഫുഡിൻ്റെ ഇതിൽ. അത് കാരണം ഞാൻ കടുക് നന്നായി പൊട്ടിയതിന് ശേഷം കഴുകി വെച്ചിരിക്കുന്ന കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. കറിവേപ്പില നന്നായി ചൂടാതിന് ശേഷം നമ്മൾ മുട്ട പൊരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചോപ്പ് ചെയ്തെടുക്കില്ലേ, സവാള ഒരു മീഡിയം സൈസ് സവാള എടുത്തിട്ട് ചോപ്പ് ചെയ്തെടുക്കുക. കടുകും കറിവേപ്പിലയും കൂടെ നന്നായി പൊട്ടിയതിന് ശേഷം നമ്മൾ ഈ സവാള അതിലോട്ട് ഇട്ട് കൊടുക്കുക. സവാളിൻ്റെ ഒപ്പം തന്നെ 3-4 പച്ചമുളകും കൂടി ഞാൻ എടുത്തിട്ടുണ്ട്, അതും കൂടി ഇട്ട് കൊടുക്കുക. പണ്ടത്തെ അമ്മമാർ പറയില്ലേ, സവാള വഴറ്റുന്ന സമയത്ത് കുറച്ച് ഉപ്പിട്ട് കഴിഞ്ഞാൽ അത് പെട്ടെന്ന് വഴറ്റി കിട്ടുമെന്ന്. അപ്പം ഞാൻ അതുപോലെ കുറച്ച് പൊടി ഉപ്പും കൂടി ഇട്ട് കൊടുത്തുട്ടാ പെട്ടെന്നാവാൻ വേണ്ടിയിട്ട്. ഇവിടെ ജോലിക്ക് പോകുന്നവരുണ്ട്, സ്കൂളിൽ പോകുന്ന പിള്ളേരുണ്ട്. അപ്പോൾ അത് കാരണം നമ്മൾ ചതപടിയെന്നാട്ടോ ഇത് ഉണ്ടാക്കുന്നത്. പിന്നെ നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയിൽ നിന്ന് കുറച്ച് മിക്സിയിലിട്ടിട്ട് അരച്ചെടുക്കുക. നമ്മുടെ തക്കാളി സവാള വെയിറ്റ് വരുമ്പോഴത്തേക്ക് നമ്മൾ അതിനൊന്ന് അരച്ചെടുക്കുക. മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി അതിലിട്ട് കൊടുക്കുക. തക്കാളിയും പച്ചമുളകും സവാളയും എല്ലാം കൂടി നന്നായിട്ട് മിക്സാക്കി എടുക്കുക. ശരിക്കും പറഞ്ഞാൽ നന്നായിട്ട് ഉടഞ്ഞിങ്ങനെ വരണം. പക്ഷേ അതിന് വേണ്ടി എനിക്ക് സമയമില്ല. പിന്നെ നമ്മൾ എന്ത് ചെയ്തു, ചതച്ച് വെച്ച ഇഞ്ചിയും വെളുത്തുള്ളി പേസ്റ്റും കൂടെ ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടി നന്നായി മിക്സാക്കിയതിന് ശേഷം ശരിക്കും വെന്തുടഞ്ഞ് വരുന്ന കേട്ടോ. സമയം കിട്ടി ഉണ്ടാക്കുന്നവർ, നല്ല സമയത്ത് ഉണ്ടാക്കുന്നവർ സവാളയും തക്കാളിയും കൂടി നന്നായിട്ടൊന്ന് വെന്തുടയുന്നവരെ വെയിറ്റ് ചെയ്യുക. എനിക്കതിന് സമയമില്ലാത്തതുകൊണ്ട് ഞാൻ ചടപടിയൊന്നും ഉണ്ടാക്കണോണ്ടേ. പിന്നെ അതിൽ നമ്മൾ കുറച്ച് ഗരം മസാല ഇട്ട് കൊടുക്കുക, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ ഒരു 1.25 സ്പൂണ് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. പിന്നെ നമ്മൾ ഓൾറെഡി പച്ചമുളക് 3-4 ഇട്ടത് കൊണ്ട് കുറച്ച് മുളക് പൊടി ഇട്ട് കൊടുക്കുക. ഇതെല്ലാം കൂടിയിട്ട് നന്നായി മിക്സ് ആക്കുക കേട്ടോ. നന്നായി വഴറ്റിയെടുക്കുക. ഒരു പച്ചമണം മാറുന്ന വരെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയില്ലേ, അതിനെ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. കടല ഇതിലോട്ട് ആ വെള്ളം കളയേണ്ട, നമ്മൾ 2-3 വെള്ളത്തിൽ കഴുകിയിട്ടാണ് കടല വേവിച്ചത്. അപ്പോൾ ആ വെള്ളം നമ്മൾ കളയേണ്ട ആവശ്യമൊന്നുമില്ല, അത് വേവിച്ച് കൊടുക്കുക. അതിനുശേഷം നമ്മൾ കടലിൽ നിന്ന് പകുതി എടുത്ത് അരച്ച് വെച്ച പേസ്റ്റ് ഇല്ലേ, അതും ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അതിനുശേഷം മിക്സി ജാറും കൂടെ നന്നായിട്ട് കഴുകിയിട്ട് അതിൻ്റെ ഉള്ളിൽ നന്നായി കഴുകി ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നമുക്ക് ആവശ്യത്തിന് കുറച്ചും കൂടി വെള്ളം ഒഴിക്കാം കേട്ടോ. പിന്നെ നമുക്കിതിൽ ഉപ്പുണ്ടോ നോക്കിയിട്ട് ഉപ്പും കൂടെ മാത്രം ഇട്ടാൽ മതി. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ രുചിച്ച് നോക്കിയാൽ നല്ല ടേസ്റ്റ് ഉണ്ട്. നന്നായി തിളച്ച് വരുമ്പോൾ ഉപ്പ് പാകത്തിന് ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ട് എടുത്ത് വേറെ പാത്രത്തിലൊഴിച്ച് നമുക്ക് കഴിക്കാവുന്നതാണ്. ഞാനിന്ന് ചപ്പാത്തീൻ്റെ കൂടെയായിട്ടാണ് ഉണ്ടാക്കിയത്. നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്ക്. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണിത് കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോയുമായി വരാം. ബൈ ബൈ.